മാതൃദേശത്തിൻ്റെ നടേശനും നകുല സഹദേവന്മാരുടെ മാതുലനും പാണ്ഡുപത്നിയായ മാദ്രിയുടെ സഹോദരനുമായ മഹാഭാരതത്തിലെ ഇതിഹാസ പുരുഷൻ ശല്യർ. കുരുക്ഷേത്രത്തിൽ 18-ാം നാൾ പാണ്ഡവരുടെ എതിർഭാഗമായ കൗരവരുടെ സർവ്വസൈന്യാധിപനായ മാതൃരാജൻ മഹാഭാരതമെന്ന മഹായുദ്ധം ആരംഭിക്കും വേളയിൽ സർവ്വസൈന്യത്തോട് ചേർന്ന് മാതൃദേശത്ത് നിന്നും പുറപ്പെട്ടു ശല്യർ. പാണ്ഡവരുടെ പർണശാലയ്ക്ക് സമീപത്ത് എത്തിച്ചേർന്ന ശല്യരെയും സൈന്യത്തെയും ശകുനിയുടെയും ദുര്യോധനന്റെയും ചതിയാൽ പാണ്ഡവസേവരായി ചമഞ്ഞ് അശ്വത്ഥാമാവും ദുശാസനനും ചേർന്ന് ശല്യർക്ക് സമീപത്തേക്ക് എത്തുകയും അവരുടെ സ്വീകരണത്താൽ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് കൗരവ സമക്ഷം കൊണ്ടുപോകുകയും അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ബന്ദിയാക്കിക്കൊണ്ട് കൗരവരുടെ കൂട്ടത്തോട് ചേർക്കുകയും ചെയ്തു. അതിശ്രേഷ്ഠനും സകല ആയുധങ്ങൾ പ്രയോഗിക്കുവാൻ കേമനുമായിരുന്നു ശല്യർ. അതിനാൽ തന്നെ താങ്കൾക്ക് നന്മ വരുവാൻ എന്ന ലക്ഷ്യത്തോടെ കൗരവർ ഈ ചതി ചെയ്തത്. എന്നാൽ പാണ്ഡവർ മാതൃരാജൻ തന്നെ ചതിച്ചു എന്ന് വിശ്വസിച്ചു. അത് പ്രകാരം കോപിതനായ നകുലൻ ശല്യരെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ കുരുക്ഷേത്രത്തിൽ 18-ാം നാൾ എത്തി. കൗരവ സൈന്യം മുഴുവനായി ഇല്ലാതായി. ശേഷിക്കുന്ന കുറച്ചു പേരോടുകൂടി ദുര്യോധനനും ശകുനിയും അവന്തി രാജകുമാരിയായ അവന്തിനിയുടെ പതിയും മാത്രം, കൂടെ അശ്വത്ഥാമാവും. 18-ാം നാൾ ദുര്യോധന സൈന്യത്തെ നയിച്ചത്, അതായത് കൗരവരുടെ പടത്തലവൻ അഥവാ സൈന്യാധിപൻ ശല്യരായി നിയോഗിക്കപ്പെട്ടു. അതിനാൽ തന്നെയാകുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പർവ്വം തന്നെ ഉണ്ടാകാൻ കാരണമായത്. അങ്ങനെ യുദ്ധം തുടർന്നു. നകുലനുമായി ഏറ്റുമുട്ടി. എന്നാൽ നകുലനാൽ അദ്ദേഹം വധിക്കപ്പെടരുത്, തൻ്റെ പ്രിയ സഹോദരിയുടെ പുത്രന് മാതുലനെ വധിച്ച് ലഭിക്കുന്ന പാപം ഉണ്ടാവരുത് എന്ന കാരണത്താൽ ശല്യർ യുധിഷ്ഠിരനുമായി യുദ്ധം ചെയ്തു. വൃദ്ധനായിരുന്നുവെങ്കിലും അതീവ ബലശാലിയായിരുന്നു ശല്യർ. അതിനാൽ തന്നെ അദ്ദേഹവുമായുള്ള ഏറ്റുമുട്ടലിൽ യുധിഷ്ഠിരൻ തളർന്നു വീണു. പിന്നീട് ശല്യരെ നേരിടാൻ ആ ക്ഷണം തന്നെ ഓടി വന്നത് ഭീമസേനനായിരുന്നു. ശല്യർ ക്ഷണം പോലും തളരാതെ പോരാടി. ബൃഹോദരനോട് മണിക്കൂറുകളോളം പോരാടി ശല്യർ. എന്നാൽ സർവ്വ ആരോഗ്യവും വീണ്ടെടുത്ത് ധർമ്മപുത്രർ വീണ്ടും ശല്യരോട് യുദ്ധം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ദിവ്യവേലിനാൽ മാതൃരാജൻ കൊല്ലപ്പെട്ടു.